ഒരൊറ്റ ഇൽമിന്റെ മജ്‌ലിസിൽ ഇരുന്നാൽ 70 മോശം മജ്‌ലിസിലിരുന്ന അല്ലെങ്കിൽ 70 തെറ്റുകുറ്റങ്ങളിൽ എൻഗേജ് ആയത് ഒരൊറ്റ ഇൽമിന്റെ മജ്‌ലിസ് കൊണ്ട് പുറത്തു കിട്ടും. അത്ര ഇൽമിന്റെ മജ്‌ലിസിൽ ഇരുന്ന് പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രതിഭാസത്തെ അല്ലെങ്കിൽ പ്രോസസ് പ്രക്രിയയെ അയിമ്മത്ത് എങ്ങനെ ഉദാഹരിച്ചു പറയുന്നറിയോ? അയാൾ ഇൽമിന്റെ മജ്‌ലിസിൽ വന്ന് ഇരിക്കുമ്പോൾ പർവ്വത സമാനമായ തെറ്റുകുറ്റങ്ങൾ അയാളുടെ തലയിൽ ഉണ്ട്. ഇൽമിന്റെ മജ്‌ലിസ് കഴിഞ്ഞു പോകുമ്പോൾ ഫലാ അലൈഹി ശൈഉം മിനദ് ദുനൂബ്, എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തിട്ടുണ്ടാവും. ലാസ്റ്റ് മലക്കുകൾ അയാൾ പോകുമ്പോ പറയും, എത്രേ ഖൂമു മഗ്ഫുറൻ ലക്കും, നിങ്ങൾ പോയിക്കോളി, ഈ ദോഷങ്ങളൊക്കെ പുറത്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ ഇൽമിനെ സ്നേഹിക്കണം. ആഖിറത്തിലെത്തുമ്പോ പരാജയപ്പെട്ടവരുടെ സൊഫുകൾ നോക്കിയിട്ട് അല്ലാഹു ചോദിക്കും, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഇൽമിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തവരുണ്ടോ? ആ ഉണ്ടല്ലോ, എന്നാ പിന്നെ വേറൊന്നും നോക്കണ്ട, അവരങ്ങോട്ട് സ്വർഗത്തിലേക്ക് വിട്ടേക്ക്. കണ്ടോ, ഇൽമിന് അത്രയും വലിയ പവറാണ്. അതാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചത്, ഇൽമു പഠിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം ലോകത്ത് എന്താ ഉള്ളത്? അപ്പൊ എൻ്റെ മോൻ എന്ത് പഠിക്കുന്നു? BDS പഠിക്കുന്നു. മറ്റേ മോനോ B.Pharm, മോന് CMA, മോളോ മെഡിക്കലിൽ ആയുർവേദിക്കാണ് പഠിക്കുന്നത്. മക്കള് തീർന്നു, ഒരാൾ കൂടിയുണ്ട്. എന്താ ചെയ്യുന്നത്? +2 കഴിഞ്ഞു. എന്താ പ്ലാൻ? ഓനെ MBBS ആക്കണം എന്നാ വിചാരിക്കണത്. ഓക്കെ, നിങ്ങളെ ഏട്ടൻ്റെ മക്കള് ആകെ ഒറ്റ മോനേ ഉള്ളൂ. ഓനെന്ത് ചെയ്യുന്നു? ഓന് ഇപ്പോൾ സക്കാഫി പഠിക്കുന്നു. സക്കാഫിക്ക് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് പഠിക്കുന്നു? റസൂലുള്ളാഹിന്റെ ചുണ്ടിൽ നിന്ന് വന്ന ഹദീസുകൾ പഠിക്കുന്നു, അള്ളാഹുവിൻ്റെ കലാമായ ഖുർആൻ പഠിക്കുന്നു, ഇബ്നു ഹജറയുടെ പേനയിൽ നിന്ന് വന്ന ഇബ്നു ഹജർ തങ്ങളുടെ പേനയിൽ നിന്ന് വന്ന തുഹ്ഫ വായിക്കുന്നു. ഓഹോ, അതിനേക്കാൾ പവർ ലോകത്ത് നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു കോഴ്സിനുണ്ടോ? ഇൽമു പഠിക്കുന്നതിനേക്കാൾ പവറുള്ള ഒരു സംഗതി ലോകത്ത് എന്തിനാ ഉള്ളത്? ഉണ്ടോ? ഇല്ല. അപ്പോൾ മോനെ, ഞാൻ +2 കഴിഞ്ഞിട്ട് ഒഴിവാവലായി, ഞാൻ കുറച്ചു കാലേ പഠിക്കണുള്ളൂ, കുറച്ചേതായാലും ദർസോദട്ടെ എന്ന് വിചാരിക്കുന്നതിനെ കുറിച്ച് ഇമാമിങ്ങൾ എഴുതുന്നു, വലാ യഖ്നഉ മിൻ ഇർസിൽ അംബിയാ ബിയസീരിഹി. മോനെ, ഇൽമു എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ അനന്തര സ്വത്താ. അമ്പിയാക്കളുടെ അനന്തര സ്വത്ത് കുറച്ച് കിട്ടിയിട്ട് മതി എന്ന് നിനക്ക് തോന്നരുത്. പൈസ കുറച്ച് കിട്ടിയാൽ എനിക്ക് മതി എന്ന് പറയാം. ഇല്ല, കുറച്ചും കൂടി പോരട്ടെ അല്ലേ, ശമ്പളം കൂട്ടട്ടെ. ആ ഉസ്താദിന്റെ ഇഷ്ടം, ആജിക്കാന്റെ ഇഷ്ടം, ബോസിന്റെ ഇഷ്ടം എന്നല്ലേ പറയാ? അതെ, ഇൽമു മതി എങ്ങനെ തോന്നുന്നു? അമ്പിയാക്കൾ ഇവിടെ ബാക്കി വെച്ചത് ദിർഹമോ ദീനാറോ അല്ല, അവർ ബാക്കി വെച്ചത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ ഉലൂമാണ്, ഇൽമാണ്, അറിവാണ്. അത്